നല്ല യമ്മി ഡിലീഷ്യസ് ബിരിയാണി വേണോ എന്നാ നേരെ ഇങ്ങോട്ട് വന്നോ. ഹേ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങളുള്ളത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തത് എന്താ? അത് തന്നെ ഹൈദരാബാദി ബിരിയാണി. അതിലും ഹൈദരാബാദിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയ ബിരിയാണി സ്പോട്ട് ഏതാണ്? പാരഡൈസ് ബിരിയാണീസ്. അപ്പോ ഞങ്ങൾ ഇന്നുള്ളത് പാരഡൈസ് മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള പാരഡൈസ് റെസ്റ്റോറന്റിലാണ്. ഈ റെസ്റ്റോറന്റ് നമുക്ക് സജസ്റ്റ് ചെയ്ത അഞ്ജന അനീഷിനെ സ്മരിച്ചുകൊണ്ട് തന്നെ നമുക്കങ്ങ് തുടങ്ങാം. ഇത് കണ്ടോ, നമ്മുടെ സച്ചിന്റെ സിഗ്നേച്ചറാ. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചതിന്റെ ഫോട്ടോസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ്. ഞാൻ ഇത്രയും കോൺസെൻട്രേഷനോടെ അവിടുത്തെ മെനു വായിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങള്. ഫൈനലി സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഞങ്ങൾ 2 സൂപ്പ് ഓർഡർ ചെയ്തു. ഒരു ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പും ഒരു ചിക്കൻ ഹോട്ട് ആൻഡ് സോർ സൂപ്പും. കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് മട്ടൻ ഹലീമായിരുന്നു. മറ്റുള്ള ഹോട്ടലുകളിൽ നിന്ന് വ്യത്യസ്തമായി വെയിറ്റിംഗ് ടൈം വളരെ കുറവായിരുന്നു. പെട്ടെന്ന് തന്നെ അവര് സൂപ്പ് സെർവ് ചെയ്തു. 2 സൂപ്പും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പക്ഷേ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ്, ഓ മൈ ഗോഡ്, യമ്മി, ഒരു രക്ഷയുമില്ല. അതിനിടയിൽ തന്നെ അവർ മട്ടൻ ഹലീമും സെർവ് ചെയ്തു. അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അങ്ങനെ ചിക്കൻ സൂപ്പും മട്ടൻ ഹലീമും ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബിരിയാണി എത്തി. ഒരു പാരഡൈസ് സ്പെഷ്യൽ റോയൽ ചിക്കൻ ബിരിയാണിയും ഒരു പാരഡൈസ് സ്പെഷ്യൽ റോയൽ മട്ടൻ ബിരിയാണിയുമായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തത് ഇവരുടെ മട്ടൺ ബിരിയാണി ആയിരുന്നു. മട്ടൺ ബിരിയാണി സെർവ് ചെയ്യാനായിട്ട് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെയുള്ള ആ ഫ്ലേവർ ഉണ്ടല്ലോ, എൻ്റെ അമ്മേ, സഫ്രോണിന്റെയും സ്പൈസസിന്റെയും ഒക്കെ കൂടിയിട്ട് ഒരു വല്ലാത്ത മണം. മട്ടൺ പീസൊക്കെ നല്ല സോഫ്റ്റും ജ്യൂസിയും ആയിരുന്നു. ടേസ്റ്റ് കാരണം പ്ലേറ്റ് പെട്ടെന്ന് കാലിയായി. ഞങ്ങളെടുത്ത് ചിക്കൻ ബിരിയാണി എടുത്തു. ചിക്കൻ ബിരിയാണി അതുക്കും മേലെ എന്നുള്ള അവസ്ഥയിലായിരുന്നു. റൈസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ചിക്കൻ പീസാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിരുന്നു. ടേസ്റ്റ് കൂടിയിട്ട് കഴിക്കുന്ന വീഡിയോ എടുക്കാനും മറന്നുപോയി. ഇതൊരു മത്സരമല്ല എന്നറിയാമായിരുന്നിട്ടും ഞങ്ങളുടെ പ്ലേറ്റുകൾ വേഗം കാലിയായി. വയറും മനസ്സും നിറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആഹാ, അന്തസ്. ദേ കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച സെലിബ്രിറ്റീസ് ആണ്. ബിരിയാണി കൊള്ളാമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ ഹൈദരാബാദ് വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.